ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ കൊടുങ്ങല്ലൂർക്കാരായിട്ട് നമ്മൾ താലപ്പൊലിക്ക് പോകാതിരിക്കുന്ന മോശമല്ലേ. നമ്മളിപ്പോ 2-3 പ്രാവശ്യം പോയി കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴാ പോയി, തുടങ്ങുന്നതിന് മുന്നേ പോയി, പിന്നെ തുടങ്ങുന്നതിന് തലേ ദിവസം പോയി. ഇതിപ്പോ നമ്മൾ 2ാം താലപ്പൊലിക്ക് പോയിട്ടുള്ള വിശേഷങ്ങളാട്ടോ. ഈ ചെന്നപ്പോ തന്നെ അത് ഇങ്ങനൊരു സംഭവമാണ് കാണുന്നത്. ഭയങ്കര അഭ്യാസ പ്രകടനമൊക്കെ ഉണ്ടോ. അപ്പൊ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് കണ്ടു വെക്കുമ്പോ ഒരു പേടിയൊക്കെ തോന്നും. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് നമുക്ക് കുറെ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പൊ നമ്മൾ നേരെ പോയി കുറെ കടകളിലൊക്കെ കയറി അതും ഇതൊക്കെ നോക്കി, കമ്മലുകളൊക്കെ നോക്കി. ഞാനൊരു കമ്മല് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതേ ഒരു കണ്ണടയുടെ കടയിലേക്കാണ് പോയത്. നമുക്ക് കുറച്ച് മാസൊക്കെ ഇടണമല്ലോ. അപ്പൊ ഈ കമ്മലത് കണ്ണടയൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ ഒരു ജൈൻ വീലിലാണ് കയറിയത്. ഇപ്പൊ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജൈൻ വീലിൽ കയറുന്നത്. പേടിയാണ്, മനസ്സിൽ എന്തൊക്കെയോ തോന്നും. എന്നാലും കുഴപ്പമില്ല. അതിലൊക്കെ കയറി ഒന്ന് കറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അടുത്തായിട്ട് ഇതേ ഉണ്ണിമോൾക്ക് നീച്ചപ്പനൊക്കെ ഒരു റൈഡിൽ കയറി കളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് കളിക്കാൻ പോയ വഴിക്ക് ഞങ്ങൾ നേരെ പോയി പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അമ്മമാര് വന്നപ്പോ അവർക്കും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പാനിപ്പൂരി കഴിച്ചു, പിന്നെ കോളിഫ്ലവർ വറുത്ത് കഴിച്ചു. ആ സമയത്തൊക്കെ അവന്മാര് നല്ല കളിയാണ് കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു വഞ്ചി ഉണ്ടായിരുന്നേ. ഞങ്ങൾ മുമ്പ് കയറിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കയറാറില്ല. എന്തോ ഒരു ചെറിയ പേടി. അത് കഴിഞ്ഞത് നിച്ചുമോ വന്നു കഴിഞ്ഞപ്പോ അവന് ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ ഈ ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഒരു സ്പൈറലായിട്ട് കറക്കി വെച്ചേക്കുന്ന ഒരു സംഭവമില്ല, ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യമായിട്ട് അത് വാങ്ങിച്ചു കേട്ടോ. തീറ്റയുടെ ഒരു മത്സരം തന്നെയായിരുന്നു അവിടെ. അപ്പൊ ചേച്ചി അനിയനും കൂടി വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് അത്യാവശ്യം നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പൊ ഇത്രയുള്ള നമ്മുടെ താലപ്പൊലി വിശേഷം.